ഒരു വിഭാഗം ജനത്തിന്റെ മാത്രമല്ല, ഒരു നാടിന്റെ തന്നെ ദേശീയോത്സവമായി ആചരിക്കുന്നത് നമ്മുടെ മല്ലപ്പള്ളി തിരുമാലിയുടെ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവവും മഹാശിവരാത്രിയും. മണപ്പുറത്ത് നടക്കുന്ന ശിവരാത്രിയിലെ ഏറ്റവും വലുതാണെന്ന് നമ്മുടെ ആലുവ മണപ്പുറം. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ശിവക്ഷേത്രം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കില് മണിമലയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ തിരുമാലിയുടെ ശ്രീ മഹാദേവ ക്ഷേത്രമാണ്. അവിടുത്തെ ഉത്സവവും ശിവരാത്രി കാഴ്ചകളും ആഘോഷങ്ങളും ഐതിഹ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. 10 ദിവസത്തെ മഹോത്സവത്തിനാണ് കൊടിയേറുന്നത്. അതിൻ്റെ കൂടെ ശിവരാത്രിയുടെ 2 ദിവസം കൂടെ കൂട്ടി അങ്ങനെ 12 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. കൊടിയേറ്റ്, ആറാട്ട്, കാവടിയാട്ടം, കാവടി വിളക്ക്, ശിവരാത്രി, ഇങ്ങനെയാണ് 12 ദിവസം. തിരുമാലയുടെ ശ്രീ മഹാദേവ ക്ഷേത്രവും ശിവരാത്രിയും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അതെന്ന് പറയുന്നത് ഇങ്ങനാണ്. മാലി എന്നൊരു പുലയ സ്ത്രീ പുല്ല് വെട്ടാൻ വരികയും അരിവാളിന് മൂർച്ച കൂട്ടാനായി അടുത്തു നിന്ന് ഒരു ശിലയിൽ ഒരുക്കുകയും ചെയ്ത് തുടർന്ന് ശിലയിൽ നിന്ന് ചോര പൊടിയുകയും ഇത് ഉടനെ തന്നെ പൂവന തറവാട്ടില് ഇത് അറിയിക്കുകയും അവിടുത്തെ പുരോഹിതരും നമ്പൂതിരിമാരും വന്ന് ദേവപ്രശ്നം വെച്ച് നോക്കുകയും ചെയ്തു. ആ ദേവപ്രശ്നത്തില് ദ്വാരക യുഗത്തോളം പഴക്കമുള്ള ഒരു സ്വയംഭൂ, അതായത് ഒരു ദൈവ ചൈതന്യം ഇവിടെ ഉള്ളതായി കണ്ടെത്തി. അതിൻ്റെ ഒരു ചരിത്രമുണ്ട്. അത് കാണുന്നതിന് മുന്നേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടാണ്. മഹാദേവൻ ആറാട്ടുകടവിൽ നിന്നും ആറാടി ചെണ്ട മേളവാദ്യഘോഷങ്ങളോടുകൂടി താലപ്പൊലിയോടുകൂടി കെട്ടുകാഴ്ചകളും ചേർത്ത് മല്ലപ്പള്ളി ടൗണിലോട്ട് പ്രവേശിക്കുന്നതും അവിടെ വരവേൽപ്പും അവിടുത്തെ ദൈവകാഴ്ചകളും അതിൻ്റെ പരിപാടികളൊക്കെയാണ്. അത് കാണാം.
നമ്മൾ കാണാൻ പോകുന്നത് കാവടികളൊക്കെ ഘോഷയാത്രയാണ്. ഇത് നടക്കുന്നത് രാത്രിയാണ്. മല്ലപ്പള്ളി ടൗണിലെ കാണിക്കവഞ്ചിയുടെ അവിടെ നിന്ന് ആനയും തീവട്ടിയും ആയിരക്കണക്കിന് ജനങ്ങളോടുകൂടി കാവടി ഭക്തി ഘോഷയാത്രയായിട്ടാണ് കാവടി ആടി മണപ്പുറത്തേക്ക് എത്തുന്നത്. ഇവിടുത്തെ കാവടികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് 12 ദിവസത്തെ വലിയ കഠിനമായിട്ടുള്ള വ്രതമെടുത്തുകൊണ്ട് തന്നെയാണ് കാവടികൾ ആടുന്നത്. വാടക കാവടികളോ സംഘ കാവടികളോ ഒന്നും തന്നെ ഇവിടെ വരാറില്ല. ദൈവത്തിന് വഴിപാടായി സമർപ്പിക്കുന്ന കാവടികൾ മാത്രമാണ് ഇവിടെയുള്ളത്. ഇവര് ആഹാരം പാകം ചെയ്ത് കഴിക്കുകയോ അല്ലെങ്കിൽ അമ്പലത്തിലെ ആഹാരം കഴിക്കുകയോ മാത്രമാണ് ചെയ്യുന്നത്. പുറത്തുനിന്നുള്ള ആഹാരമൊന്നും കഴിക്കുന്നതല്ല. സുബ്രഹ്മണ്യൻ ഇടുമ്പൻ എന്ന സങ്കല്പത്തിൽ ആടിത്തീർക്കുന്ന കാവടികൾ പിറ്റേ ദിവസം രാവിലെ പരിയാരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഭഗവാനുള്ള നിവേദ്യവും അഭിഷേകത്തിനുള്ള സാധനങ്ങളും നിറച്ച് കാവടി ആടി ചുട്ടുകൊള്ളുന്ന വെയിലത്ത് കൂടി മണപ്പുറത്ത് വന്ന് കാവടിയാട്ടവും കഴിഞ്ഞ് ഭഗവാനെ സമർപ്പിക്കുന്നതാണ് കാവടി വിളക്ക്. 5 മണിയോടുകൂടി ടൗണിൽ കച്ചേരിയും മയിലാട്ടവും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 7 മണി 8 മണിയോട് കൂടിയായിട്ടാണ് ആനയും കാവടി നിറച്ച് ഭക്തരും എല്ലാവരും ടൗണിലോട്ട് എത്തിച്ചേരുന്നത്. കാവടി ഘോഷയാത്ര കാണാനുമായി പങ്കെടുക്കാനുമായി മല്ലപ്പള്ളിയിലെ എല്ലാ ജനങ്ങളും ഈ മല്ലപ്പള്ളി ടൗണിൽ സൂചി കുത്താൻ സ്ഥലമില്ലാതെ പങ്കെടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
എങ്ങനെയാണ് ഈ മണൽപ്പരപ്പിൽ ദൈവസാന്നിധ്യം ഉണ്ടായത് എന്നതാണ്. അതിനൊരു ചരിത്രമുണ്ട്. ഋച്ചന്ദസ് എന്ന മഹർഷി തപസ് ചെയ്യാനായി സ്ഥലം അന്വേഷിച്ച് നടക്കുകയും ദക്ഷിണഭാരതത്തിലെ ഈ പുഴയുടെ തീരത്ത് വന്ന് തപസ് ചെയ്യുമായിരുന്നു. വർഷങ്ങളോളമുള്ള തപസ്സിലൂടെ ശിവൻ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം ശിവനിലേക്ക് ലയിച്ചു ചേരുകയുമാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഉപാസന മൂർത്തിയെയാണ് മാലി കണ്ടെത്തിയത്. തുടർന്ന് അവിടെ പ്രതിഷ്ഠ നടത്തി. എന്നാൽ മാലി താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് അവളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചില്ല. എന്നാൽ പ്രതിഷ്ഠയും പൂജകളും എല്ലാം കഴിഞ്ഞ് നിവേദ്യം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാൻ നിവേദ്യം സ്വീകരിക്കുന്നില്ലായിരുന്നു. ഇത് കേട്ട മാലി ഓടി വരികയും മാലിക്ക് അന്നത്തെ ദിവസം കിട്ടിയ കഞ്ഞി ഒരു ഇലയിലെടുത്ത് വെള്ളം ഊറ്റിക്കളഞ്ഞ് അതിലൊരു ഇച്ചിരി തേങ്ങ ചേർത്ത് അവൾ ഭഗവാന് നിവേദ്യമായിട്ട് സമർപ്പിച്ചു. മാലി രാത്രി മൊത്തം ദൈവത്തിന് നിവേദിച്ച നിവേദ്യവുമായി ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു ഉറങ്ങാതെ. അന്നത്തെ ദിവസം മഹാശിവരാത്രിയായിരുന്നു. അതുകൊണ്ടാണ് ശിവരാത്രിയും തിരുമാലിയുടെ മഹാദേവ ക്ഷേത്രവും തമ്മിലുള്ളൊരു ബന്ധം. പിറ്റേന്ന് വന്ന് തന്ത്രികൾ ദേവപ്രശ്നം വെച്ച് നോക്കുകയും അതിൽ ഭഗവാൻ നിവേദ്യം സ്വീകരിച്ചതായിട്ട് കാണുകയും ചെയ്തു. മാലി സമർപ്പിച്ച നിവേദ്യമാണ് ഇന്നും ഇവിടെ പ്രധാനമായിട്ട് വഴിപാട് സമർപ്പിക്കുന്നത്. ഇത് നരത്തല വഴിപാടെന്നാണ് അറിയപ്പെടുന്നത്. തിരുമാലിയുടെ മഹാദേവ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുന്നേ തന്നെ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾക്കും അമ്പലത്തിൽ പ്രവേശിക്കുവാനും ഭഗവാനെ കാണാനും തൊഴാനും അനുവാദമുണ്ടായിരുന്നു എന്നാണ്. ഇവിടെ നടക്കുന്ന സമൂഹ സദ്യയിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ സംഭാവനകളും ചെയ്യാറുണ്ട്. ഇതെന്ന് പറയുന്നത് മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും ഒരു വിളംബരം കൂടിയാണ്. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ കത്തോലിക്ക പള്ളിയിലെ പെരുന്നാളിന് ആദ്യമായിട്ട് പുഴുക്കുണ്ടാക്കാനായിട്ട് കൊടുക്കുന്ന സംഭാവന നമ്മുടെ മല്ലപ്പള്ളി തിരുമാലയുടെ ശിവക്ഷേത്രത്തിൽ നിന്നാണ്. ശിവരാത്രിയുടെ അന്ന് മണപ്പുറത്ത് കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. ഭയങ്കര തിരക്കാണ്. മണപ്പുറത്ത് ഇറങ്ങാനേ പറ്റത്തില്ല, അതുപോലെ തിരക്കായിരുന്നു. ഇവിടുത്തെ പരിപാടികളൊക്കെ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഫുൾ ആൾക്കാരായിരിക്കും ഇവിടെ. അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു.